ഹലോ ഗെയ്സ്, നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ ആത്മാക്കളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനിതുവരെ സമയം രാത്രി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വെറുതെ ഞാനൊന്ന് ചായ കുടിക്കാൻ പോകാം, അല്ലെങ്കിൽ എന്നാ പറയുക, ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് കരുതിയാണ് വന്നത്. ഈ രാത്രിക്കൊക്കെ നിങ്ങൾ ഈ ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രേതങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാക്കളുടെയൊക്കെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ ഈ പ്രേതങ്ങളെയോ ഈ എന്താ പറയുന്നത് യക്ഷി എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മാടൻ മറുത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത്തരത്തിലുള്ള സാധനങ്ങളെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനിങ്ങനെ രാത്രിയിൽ ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടതായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ സമയത്തൊന്ന് ഫ്രണ്ടിലോട്ട് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിന് ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ആൾക്കാരുണ്ടോ? അതോ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പ്രേതത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടിട്ടുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം ഇതൊക്കെ ഈ സമയത്തൊക്കെ കടകളൊക്കെ തുറന്നു വെച്ചേക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനിങ്ങനെ പല തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു അനക്കം കണ്ടു കഴിഞ്ഞാൽ ഞാനത് എന്താണെന്ന് ഞാനത് ശ്രദ്ധിക്കും കേട്ടോ. എന്താ പറയുന്നത്, ഇപ്പം നമ്മളെവിടെയെങ്കിലും ചെറിയൊരു അനക്കം കണ്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാധനം അവിടെ കണ്ടെങ്കിൽ നമ്മളത് ഇട്ടിട്ട് പോരരുത്. നമ്മൾ അത് കണ്ടുപിടിക്കണം, അതെന്താണെന്നുള്ളത് സൂക്ഷിച്ച് നോക്കി അത് പ്രേതമല്ലെന്ന് മനസ്സിലാക്കിയിട്ടേ ഞാൻ അവിടുന്ന് പോരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം പേടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. രാത്രിക്കൊക്കെ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ പല ആളുകൾ ഇത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു തവണ രാത്രിക്ക് ഇങ്ങനെ ഒരു ഒമിനി വാനില്ല, നമ്മുടെ ഒമിനി, അതിനകത്ത് ഇങ്ങനെ ഒരു 3-4 കൂട്ടുകാരെ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ സമയമൊക്കെ ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് ഇതുപോലൊരു ഇടവഴി കയറി ഇങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് ഒരുത്തൻ ദേണ്ട പോകുന്നു ഇങ്ങനെ പറഞ്ഞേ. അപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ എവിടെ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ ഫ്രണ്ടിലായിരുന്നു ഓമനിയുടെ. അവൻ പുറകിലിരുന്നവൻ അവൻ കണ്ട്. ഇനിയിപ്പോൾ അവൻ ചുമ്മാ പറഞ്ഞതാണോ, ഞാൻ ചോദിച്ചാൽ എന്നാ കണ്ടേ, എടാ തലയിൽ കൂടെ തുണി ഇട്ടൊരാൾ ഓടിപ്പോയത് നീ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. അപ്പോൾ കൂടെ ഇരുന്നവനും കണ്ട്, അവനും ഞെട്ടി, 2 പേരും ഞെട്ടി ഇങ്ങനെ കാറി. അത് എന്താണ് ഇനി അമ്മാർ 2 പേരും കൂടി എനിക്ക് കണക്കിയതാണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ യാതൊരു വിധത്തിലുള്ള അനുഭവങ്ങളും എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചാലും മതി. റാം ജൂനിയർ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജുണ്ട്, നമുക്കതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും രാത്രിക്കൊരു 12 മണി അല്ല സോറി 1:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. ഞാനെന്നാൽ ഒരു ചായ കുടിക്കാൻ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നില്ല, ഭയങ്കര ആവിയും ഭയങ്കര ചൂടും. അത് കാരണം ബൈക്കിലിങ്ങനെ പോകുന്ന സമയത്ത് രാത്രിക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോയി തണുപ്പും കൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും വലിയ എന്താണ് പറയുന്നത്, വിജനമായിട്ടുള്ള പ്രദേശങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ വീട് കണ്ടോ, കഴിഞ്ഞിടയ്ക്ക് പണിത് ഉദ്ഘാടനം ചെയ്ത വീടാണ് കേട്ടോ. ഭയങ്കര സെറ്റപ്പ് വീടാണ്. എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും വിജനമായിട്ടുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളോ വഴികളോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം ഇതുപോലെ വഴിവിളക്ക് തെളിയിച്ച വഴികളും ഒന്നുമില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ആ വഴി കൂടെ നടന്നു പോവുകയോ ബൈക്കിൽ പോവുകയൊക്കെ ചെയ്യുന്ന റോഡുകളുമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലൊന്നും അത്ര വലിയ ഭീകരത തോന്നേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൾതാമസങ്ങളും ബഹളങ്ങളും ആളനക്കങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രേതങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത്. അവർക്ക് എന്താ പറയുക, സ്വൈര്യവികാരം നടത്താൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല ഈ ഏരിയയിൽ. നമുക്കെന്നാൽ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് തിരിച്ചു പോകാം. അടുത്ത ദിവസം നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം കേട്ടോ, അതുപോലെ പ്രേതത്തിനെ കാണാനായിട്ട്. ഇത് കണ്ടോ, ഈ കടയിൽ തിരക്കാണ്. നമുക്ക് അപ്പുറത്ത് താഴെ ചായവാലയുണ്ട്, അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നിറച്ചു ആളെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനാണ് സൗകര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ചായവാലയിൽ പോയി നോക്കിയിട്ട് അവിടെ ചായ കുടിക്കാം. ഓക്കെ.
സോറി ഗൈസ്, ചായവാല ക്ലോസ് ചെയ്തു. നമുക്കെന്നാൽ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.